ഒരു വാട്ടർ ഹീറ്റിൻ്റെ വീഡിയോ എടുത്താലോ എന്ന് ആലോചിച്ചു. രാവിലെ എണീറ്റ ഉടനെ വെള്ളം കുടിക്കുമായിരുന്നു. വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിലോട്ടൊക്കെ വന്ന് ഞാൻ എൻ്റെ ചോറൊക്കെ വെക്കുമ്പോഴത്തേക്ക് ആ അടുപ്പ് ചൂടായി കിടക്കുമല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗത്തായിട്ട് തന്നെ ഈ അടുപ്പിൻ്റെ മുകളിലോട്ട് എൻ്റെ ചായയും കൂടെ ചെയ്യും. അപ്പോൾ എപ്പോഴും ചൂടായിട്ടിരിക്കും. എന്നിട്ട് ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കും. ജോലിയൊക്കെ കഴിയുന്നവരെ ഇച്ചിരി കുടിച്ചോണ്ടിരിക്കും. എന്നിട്ട് കാപ്പിയൊക്കെ കുടിക്കുന്ന നേരം വരെ കുടിക്കും കേട്ടോ. സോയാബീനൊക്കെ നല്ല ബീഫിന് കറി പോലെ വെച്ചിട്ട് അത് നല്ല രീതിക്ക് ആ ബീഫ് കറി പോലെ അങ്ങനെ ഇരിക്കുന്ന ആ ടേസ്റ്റ് തന്നെ നമുക്ക് ഗോതമ്പ് കൂട്ട് ഈ ഒരു സോയാബീൻ നല്ല റോസ്റ്റ് ചെയ്ത കറി റോസ്റ്റും കൂടെ. പിന്നെ ഉച്ചക്കലത്തെ ഫുഡ് എന്ന് പറയുന്നത് നല്ലതായിട്ട് പോകട്ടെ. ഇവിടെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ അന്നദാനത്തിന് പോയാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു. നമ്മൾ 11:45 അവിടെ എത്തിയായിരുന്നു. 11:45 എത്തിയതിന് ശേഷം അപ്പം തന്നെ ഇത്രയും ക്യൂ ഉണ്ട്. പൂജാരിയൊക്കെ വന്ന് അന്നദാനത്തിനുള്ളതെല്ലാം നേദിച്ച് ഒക്കെയാണ് ഞങ്ങൾക്ക് തരുന്നത്. ഇതാണ് ഇവിടുത്തെ ഫുഡ്, അന്നദാനത്തിൻ്റെ ഫുഡ്. പിന്നെ പാൽപ്പായസം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ്റുപാത്രത്തിനും കൂടെ മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും അല്ലാതെ വീട്ടിൽ കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കാനേ. ഇന്ന് രാത്രിയിലത്തേക്ക് ഫുഡിനെന്ന് വെച്ചാൽ സാമ്പാറും ചൂരക്കറിയും പിന്നെ ചക്കക്കുരു തോരനുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചോറുണ്ണാനായിട്ട്. ഇപ്പോൾ ഡയറ്റ് എടുക്കുന്നതുകൊണ്ട് ഞാൻ പുട്ടാണ് ഇന്ന് ബാക്കിയിരുന്ന പുട്ടിച്ച് കഴിച്ച്. പക്ഷേ പുട്ട് കഴിച്ചിട്ട് എനിക്ക് നിറഞ്ഞില്ല. അപ്പോൾ പിന്നെ ഞാൻ ബാക്കി ചോറും കൂടെ കഴിച്ച്. അതുപോലെ ചൂരയായതുകൊണ്ട് ചൂരയിൽ ഇവിടെയൊക്കെ ആണെങ്കിൽ കുടലെത്തിക്കാൻ തന്നെ കുടലെന്ന് പറയുന്നത് മറ്റേ നമ്മൾ മുട്ടയൊക്കെ ഉണ്ടല്ലോ ആ ഐറ്റംസ് അതൊക്കെ എടുത്ത് നല്ലപോലെ കുരുമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് നല്ല വറ്റിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് ചോറോട് കഴിച്ചപ്പോൾ സ്വർഗ്ഗം.